ആവർത്തനമാണെന്നറിയാമെങ്കിലും ആവർത്തിച്ചത് പറയേണ്ടി വരുന്നത് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തെ, കേരളം എന്നൊരു സംസ്ഥാനത്തെ വിറങ്ങലിപ്പിച്ചൊരു ദുരന്തത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളോട് അങ്ങേയറ്റത്തെ നീതിരാഹിത്യത്തിന്റെ ഉരുൾപൊട്ടലിന് തടയണ കെട്ടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. അത് മറക്കാവതല്ല. ആ രക്ഷാപ്രവർത്തന ദൗത്യകാലം, ഒരൊറ്റ ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ, കൂലി കിട്ടിയില്ലെങ്കിൽ മക്കൾ പട്ടിണിയിലാവുന്ന പ്രാരാബ്ധക്കാർ, കഷ്ടപ്പെട്ട മനുഷ്യരടക്കം രാഷ്ട്രീയം നോക്കാതെ മുണ്ടക്കയ്യോട് ചൂരൽമലയോട് ഹൃദയം ചേർത്ത് ശരീരം തിരഞ്ഞവരാണ്. പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ആ സേവന പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ കോടതിയിൽ കിട്ടുന്ന കൂലിയല്ലാതെ 10 പൈസ പ്രത്യുപകാരം സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്തവരാണ്. അക്ഷരം തെറ്റാതെ വിളിക്കണം മനുഷ്യരാണ്. അത് രാജ്യമെന്നല്ല, ലോകം കണ്ട വലിയൊരു ദുരന്തമുണ്ടായി മാസം 5 പൂർത്തിയാകാൻ പോകുമ്പോഴും 5 നയാ പൈസ കൊടുക്കരുത് എന്ന കൊടുംവാശയ്ക്ക് പിന്നാലെ ഒരു മുൻകാല പ്രാബല്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് അടിച്ചുകൊടുത്ത നൂറ്റിക്കണക്കിന് കോടികളുടെ വാറോല ബില്ലുകൾക്ക്, ആ ദുഷ്ടവ്യഗ്രതയ്ക്ക് ആനക്കാര്യമാണോ ഇതൊക്കെ സാങ്കേതികമല്ലേ എന്ന ന്യായീകരണ ധാർഷ്ട്യത്തിന്റെ പെടൽ തീർത്തുന്ന കൊടുക്കലാണ് കോടതി. ഒരു ദേശമത്രയും ശവങ്ങൾ നിറഞ്ഞൊരു അശനിപാത കാലത്തിന് പിന്നാലെ അന്താളിച്ചു നിൽക്കുന്ന ഒരു നാടിനോട് പോയ കാലത്തിന്റെ കോടിക്കണക്ക് പറയുന്ന കേന്ദ്ര വെളിപാട് നോക്കി അത്ഭുതപ്പെട്ട നീതിപീഠം പറയലാണ്, ഇത് മാജിക്കൽ റിമൈൻഡറാണ്, കേന്ദ്രമേ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അന്ധകാരകാലത്ത് അവകാശപ്പെട്ട സഹായം കൊടുക്കാതിരിക്കാൻ നെറികെട്ട മുട്ടാപ്പോക്കും പോരാഞ്ഞ് ആ പിച്ചച്ചട്ടിയിലേക്ക് ആർത്തിക്കൈ നീളുന്ന കുറുവാ സംഘത്തെയും നാണിപ്പിക്കുന്ന പിടിച്ചുപറി കേരളമേ നമുക്ക് പുതിയതാണോ? ആഞ്ഞു പെയ്ത പേമാരിയിൽ നാടുമുങ്ങിയൊരു ദുരന്തകാലത്തെ അരിക്കാസിന്റെ കോടികൾ ഇല്ലാത്ത കാലത്ത് പറിച്ചെടുക്കാൻ താക്കീതിന്റെ ധാർഷ്ട്യക്കത്തയച്ചത് ഏതെങ്കിലും സേനകളല്ല, കേന്ദ്രമന്ത്രിയാണ് പീയൂഷ് ഗോയൽ. ആ ദുരന്തകാല ദുഷ്ചെയ്തി മറക്കാവതാണോ കേരളം? അന്നുണ്ടായ യഥാർത്ഥ നഷ്ടം 40,000 കോടി. ഏതോ കാലത്തുണ്ടാക്കിയ മാനദണ്ഡ പ്രകാരം ചോദിക്കാവുന്നത് 4,000 കോടി. കിട്ടിയതാകട്ടെ കായം കലക്കിയ മട്ടിൽ കോടികൾ 2,000 ചില്ലുവാനം. അതിനും പിന്നാലെ വന്നതാണ് സാറേ വായ്ക്കരിക്ക് വിലയിട്ട വാറോല. നാടിന്റെ വേദന കണ്ടങ്ങ് ദൂരെ എമറാത്തുകളുടെ ഒരു രാജ്യം സ്നേഹത്തിൽ തടുത്തുകൂട്ടിയത് 700 കോടിയാണ്. എത്തി കേന്ദ്ര തമ്പ്രാന്റെ വീറ്റോ. വേണ്ട കേരളത്തിനൊരുത്തന്റെയും സഹായം. ഒരുപാട് മുൻപൊന്നുമല്ല, അന്ന് വാജ്പേയി പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ ദുരന്തകാലത്ത് 60-ലധികം രാജ്യങ്ങൾ ആ സംസ്ഥാനത്തേക്ക് ഒഴുക്കിയ കോടികൾ 10,000 അന്നാരെങ്കിലും എന്തെങ്കിലും നയം മാറ്റമെന്ന മുട്ടാപ്പൊക്കെ പറഞ്ഞു കേട്ടോ? അസുഖം വേറെയാണ്, രാഷ്ട്രീയ പക. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ഒരു കേരളത്തിന്റെ സാമാജികൻ ആ ലോക്സഭാ ബെഞ്ചിലിരുന്ന് കൈമലർത്തി തലയാട്ടി ഗോഷ്ടി കാണിച്ചപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട വയനാടൻ മക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ തമിഴക വീരപുത്രി ഒരു പ്രതീക്ഷയാണ്. ആ മനസ്സാക്ഷി കെട്ട ചേഷ്ടയെ അടിച്ചിരുത്തിയ ആർജവത്തിന്, കാരുണ്യത്തിന്റെ പെൺശബ്ദത്തിന് പ്രിയപ്പെട്ട കനിമൊഴി സ്നേഹാദരങ്ങൾ, തലൈവണങ്ങി വീരവണക്കം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.